കുഞ്ഞുമക്കളെ, ഇന്ന് ടീച്ചറെ ഒരു കഥയായിട്ടാണ് വന്നത്. ആരുടെ കഥയാണെന്നറിയോ? ഒരു വല്യമ്മയുടെ കഥ. വടികുത്തി നടക്കുന്ന വല്യമ്മയുടെ കഥ. പല്ലില്ലാത്ത വല്യമ്മയുടെ കഥ. ടീച്ചറെ, കഥ പറയട്ടെ. അതേ, നമ്മുടെ വല്യമ്മയ്ക്ക് തിന്നാൻ ഏറ്റവും ഇഷ്ടം എന്താണെന്നറിയോ? ആ, വട. അപ്പൊ നമ്മുടെ വല്യമ്മ എങ്ങനെയുള്ളതാ? പല്ലില്ലാത്ത വടികുത്തി നടക്കുന്ന വട ഇഷ്ടമുള്ള വല്യമ്മ. അപ്പൊ ടീച്ചറെ, കഥ പറയട്ടെ. ഒരു ദിവസം വല്യമ്മ വടിയും കുത്തി നടന്നു വരികയായിരുന്നു. അപ്പോഴാണ് വട വിൽക്കുന്ന ഗോപാലൻ ചേട്ടനെ വല്യമ്മ കണ്ടത്. ഗോപാലൻ ചേട്ടൻ വല്യമ്മയ്ക്ക് ഒരു വട കൊടുത്തു. വല്യമ്മ വഴിയിലിരുന്ന് വട തിന്നാൻ തുടങ്ങി. അപ്പോഴാണ് ഒരു കാക്ക ഇത് കണ്ടത്. കാക്ക പറന്നു വന്ന് വട കൊത്തിയെടുത്ത് പറന്നുപോയി. വല്യമ്മ കരച്ചിലായി. ഇത് കണ്ട് നമ്മുടെ ഗോപാലൻ ചേട്ടൻ വല്യമ്മയുടെ അടുത്തെത്തി. വല്യമ്മയുടെ അടുത്തെത്തിയപ്പോൾ ഗോപാലൻ ചേട്ടന് കാര്യം മനസ്സിലായി. ഗോപാലൻ ചേട്ടൻ വല്യമ്മയ്ക്ക് വലിയൊരു വട കൊടുത്തു. എന്നിട്ടേ ഗോപാലൻ ചേട്ടൻ വല്യമ്മയോട് പറഞ്ഞു, വല്യമ്മേ, വടി കുത്തി നടക്കാൻ മാത്രമല്ല കേട്ടോ. അങ്ങനെ വല്യമ്മ വഴിയിലിരുന്ന് വീണ്ടും ആ വട തിന്നാൻ തുടങ്ങി. അപ്പോഴാണ് കാക്ക വീണ്ടും വന്നത്. കാക്ക വന്നപ്പോ വല്യമ്മ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഒന്ന് പറഞ്ഞു നോക്കിയേ. ആ, വല്യമ്മ എന്താ ചെയ്തത്? വല്യമ്മ വടിയെടുത്ത് ഒറ്റയടി പെടുക്കും. കാക്ക പറന്നുപോയി. വല്യമ്മയോ വഴിയിലിരുന്ന് വട തിന്നു. ഇനി നമുക്ക് വല്യമ്മയെക്കുറിച്ച് ഒരു പാട്ട് പാടിയാലോ? അതെ, നമ്മുടെ വല്യമ്മ എങ്ങനെയാ വന്നത്? വടി കുത്തി വന്നു. വല്യമ്മ വന്നിട്ട് എവിടെയായിരുന്നത്? ആ, വഴിയിലിരുന്നു. വഴിയിലിരുന്നിട്ട് വല്യമ്മ എന്താ തിന്നത്? ആ, വട തിന്നു. വട തിന്നുമ്പോ ആരാ വന്നത്? കാക്ക. കാക്ക വന്നപ്പോ വല്യമ്മ എന്താ ചെയ്തത്? വടിയെടുത്തടിച്ചു. ദാ നമ്മുടെ പാട്ടിലെ വരികളായില്ലേ. ഇനി നമുക്കൊന്ന് പാടി നോക്കാം. ദാ ടീച്ചർ പാടുമ്പോ മക്കളെല്ലാവരും ശ്രദ്ധിക്കില്ലേ? വല്യമ്മ വന്നു, വടി കുത്തി വന്നു, വഴിയിലിരുന്നു, വടയൊന്നു തിന്നു, വട തൊട്ട കാക്കയെ വടിയെടുത്തടിച്ചു. ഇനിയേ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പാടാം. വല്യമ്മ വന്നു, വടി കുത്തി വന്നു, വഴിയിലിരുന്നു, വടയൊന്നു തിന്നു, വട തൊട്ട കാക്കയെ വടിയെടുത്തടിച്ചു. ദാ നമ്മളിപ്പോൾ പാടിയ പാട്ടേ നമുക്കൊന്ന് തൊട്ടു വായിച്ചു നോക്കാം. മക്കൾ ശ്രദ്ധിക്കില്ലേ? വല്യമ്മ വന്നു, വടി കുത്തി വന്നു,
വഴിയിലിരുന്നു. വടയൊന്നു തിന്നു. വട തൊട്ട കാക്കയെ വടിയെടുത്തടിച്ചു. ദാ മക്കളെല്ലാവരും ശ്രദ്ധിച്ചില്ലേ? ഇനിയേ ടീച്ചർ ഇതിൽ ചുവപ്പ് കൊണ്ട് ഏതോ അക്ഷരം എഴുതിയിട്ടുണ്ടല്ലോ. ഏതൊക്കെ അക്ഷര? ദാ ഇതേതാ അക്ഷരം? വ. അപ്പൊ ഇതോ? നോ. എല്ലാവർക്കും വായിക്കാൻ പറ്റിയില്ലേ? എല്ലാവരും അക്ഷരം തിരിച്ചറിഞ്ഞില്ലേ? ഇനി നമുക്ക് വാ എഴുതിയ വാക്കുകളൊക്കെ ഒന്ന് വായിച്ചു നോക്കാം. വല്യമ്മ, വടി, വഴി, വട, വട, വടി. പിന്നെ എവിടെയാ വാ കാണുന്നത്? വന്നു, വന്നു. ഇനി നമുക്ക് നൂ എന്നുള്ള അക്ഷരം എഴുതിയ വാക്കുകളൊന്ന് വായിച്ചു നോക്കാം. വന്നു, വന്നു, ഇരുന്നു, തിന്നു. ദാ മക്കളെല്ലാവരും വായിച്ചില്ലേ? മക്കളെ, ഇനി നമുക്ക് ഒരു കുഞ്ഞു കളിയായാലോ? ടീച്ചറേ ചില ജീവികളുടെ പേര് പറയും. അപ്പം എൻ്റെ മക്കള് ആ ജീവികളുടെ ശബ്ദം ഉണ്ടാക്കണം. ടീച്ചറേ പറയട്ടെ ഒരു ജീവിയുടെ പേര്? കാക്ക. ആ കാ കാ. പൂച്ച. ആ മ്യൗ മ്യൗ. പട്ടി. ബോ ബോ. അങ്ങനെയാണ് താറാവ്. ക്വാക്ക് ക്വാക്ക്. എന്നാ നമുക്ക് കളി തുടങ്ങാം. കാക്ക കരയണ കേട്ടിട്ടുണ്ടോ? ഇതുപോലെ ഇതുപോലെ. കാക്ക കരയണ കേട്ടിട്ടുണ്ട്. ഇതുപോലെ ഇതുപോലെ. കാക്ക കരയണ്ടേ? എന്നാ വേഗം കാക്കയൊന്ന് കരഞ്ഞേ. ആ എല്ലാവരും കരയുന്നുണ്ടല്ലേ? ആ കാക്ക കരയണ കേട്ടിട്ടുണ്ടോ? ഇതുപോലെ ഇതുപോലെ. കാക്ക കരയണ കേട്ടിട്ടുണ്ട്. ഇതുപോലെ ഇതുപോലെ. കാ കാ കാ. കാ കാ കാ. പൂച്ച കരയണ കേട്ടിട്ടുണ്ടോ? ഇതുപോലെ ഇതുപോലെ. പൂച്ച കരയണ കേട്ടിട്ടുണ്ട്. ഇതുപോലെ ഇതുപോലെ. മ്യൗ 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 മ്യൗ. പട്ടി കുരയ്ക്കണ കേട്ടിട്ടുണ്ടോ? ഇതുപോലെ ഇതുപോലെ. പട്ടി ഇങ്ങനെ കുരയ്ക്കുക? ബൗ ബൗന്നല്ലേ? ദാ മക്കളെല്ലാവരും പാടുന്നില്ലേ? പട്ടി കുരയ്ക്കണ കേട്ടിട്ടുണ്ടോ? ഇതുപോലെ ഇതുപോലെ. പട്ടി കുരയ്ക്കണ കേട്ടിട്ടുണ്ട്. ഇതുപോലെ ഇതുപോലെ. ബോ ബോ ബോ. ബോ ബോ ബോ. താറാവ് കരയണ കേട്ടിട്ടുണ്ടോ? ഇതുപോലെ ഇതുപോലെ. താറാവ് കരയണ കേട്ടിട്ടുണ്ട്. ഇതുപോലെ ഇതുപോലെ. ദാ പാട്ടെല്ലാവർക്കും ഇഷ്ടായില്ലേ? നിങ്ങളെ ഇതേപോലെ ജീവികളുടെ പേര് പറഞ്ഞു ശബ്ദമുണ്ടാക്കിയും വീട്ടുകാർക്ക് പാടിക്കൊടുക്കില്ലേ? ഇനി ടീച്ചർ ഒരു കുഞ്ഞു കഥ വായിച്ചു തരാം. മുത്തശ്ശിക്ക് മോഹം. നെയ്യപ്പം തിന്നണം. അപ്പമുണ്ടാക്കാൻ അരി വേണം. മുത്തശ്ശിക്ക് നെല്ല് കിട്ടി. ഒരു പറ നെല്ല്. നെല്ല് കുത്തി അരിയാക്കി. അരി പൊടിച്ചു. തരി തരിയായി. വിറകു വേണം. കാട്ടിൽ പോയി നരി കണ്ടു. മുത്തശ്ശി കരഞ്ഞു. നെയ്യപ്പം തരാം, എന്നെ വിടണേ. നരി തല കുലുക്കി. നെയ്യപ്പം ചുട്ടു. നല്ല രുചി. എല്ലാം മുത്തശ്ശി തിന്നു. നരി വരും. എന്തു ചെയ്യും? ഓടിക്കണം. തറയിൽ തുണി വിരിച്ചു. നല്ല വിരി. വിരി നനച്ചു.
വിരിയിൽ സോപ്പുരച്ചു. നിറയെ പത. നരി ഓടി വന്നു. വിരിയിൽ ചവിട്ടി. ബ്ലും, വഴുതി വീണു. നമുക്ക് ഒന്നുകൂടി കഥ വായിക്കാം. മുത്തശ്ശിക്ക് മോഹം. നെയ്യപ്പം തിന്നണം. അപ്പമുണ്ടാക്കാൻ അരി വേണം. മുത്തശ്ശിക്ക് നെല്ല് കിട്ടി. ഒരു പറ നെല്ല്. നെല്ല് കുത്തി അരിയാക്കി. അരി പൊടിച്ചു. തരി തരിയായി. വിറകു വേണം. കാട്ടിൽ പോയി. നരി കണ്ടു. മുത്തശ്ശി കരഞ്ഞു. നെയ്യപ്പം തരാം, എന്നെ വിടണേ. നരി തല കുലുക്കി. നെയ്യപ്പം ചുട്ടു. നല്ല രുചി. എല്ലാം മുത്തശ്ശി തിന്നു. നരി വരും. എന്തു ചെയ്യും? ഓടിക്കണം. തറയിൽ തുണി വിരിച്ചു. നല്ല വിരി. വിരി നനച്ചു. വിരിയിൽ സോപ്പുരച്ചു. നിറയെ പത. നരി ഓടി വന്നു. വിരിയിൽ ചവിട്ടി. ബ്ലും, വഴുതി വീണു. കഥ ഇഷ്ടായോ? ഇനിയും ഇത്തരം കഥകൾ കേൾക്കണമെന്നില്ലേ നിങ്ങൾക്ക്? ദാ നിങ്ങളുടെ ടീച്ചറോട് ഇതുപോലെ കഥകൾ പറഞ്ഞു തരാൻ പറയണം കേട്ടോ. മക്കളെ, ടീച്ചർ ഇപ്പോൾ വായിച്ചു തന്ന കഥയിലെ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇതിലെ എൻ്റെ മക്കൾക്ക് ഏതൊക്കെ വാക്കുകൾ വായിക്കാൻ കഴിയുന്നുണ്ട്? നമുക്കൊന്ന് നോക്കാം. അരി വേണം. ഇതിലേത് വാക്കാ മക്കൾക്ക് അറിയുന്നത്? അരി. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലേ. അരി എല്ലാരും വായിച്ചില്ലേ? ഇനി ഒരു പറ നെല്ല്. ഇതിൽ എൻ്റെ മക്കൾക്ക് ഏത് വാക്കാണ് വായിക്കാൻ കഴിയുന്നത്? പറ. എല്ലാരും വായിച്ചോ? ഇനി തരി തരിയായി. എൻ്റെ മക്കൾക്ക് ഇതിലേത് വാക്കാ വായിക്കാൻ കഴിയുന്നത്? ആ, തരി. ദാ ഇവിടെ തരിന്ന് എവിടെയുള്ളത്? ആ, തരി. ഒരു തരിയാണോ? ഒരു തരി കൂടി വായിക്കാൻ കഴിയുന്നില്ലേ? ഇനി നരി കണ്ടു. ഇതില് ഏത് വാക്കാ വായിക്കാൻ കഴിയുന്നത്? ആ, നരി. നരി എവിടെ? ആ, നരി. എല്ലാരും വായിച്ചോ? ഇനി തറയിൽ തുണി. ഇതിലേത് വാക്കാ വായിക്കാൻ കഴിയുന്നത്? ഒന്നുറക്കെ പറഞ്ഞേ. ആ, തറ. എല്ലാരും വായിച്ചോ? ഇനി നല്ല വിരി. ഏത് വാക്കാ? വിരി. അടുത്തത് വായിച്ചു തരട്ടെ. നിറയെ പത. ദാ എല്ലാരും വായിച്ചു നോക്കുന്നില്ലേ? ഏത് വാക്കാ അറിയുന്നത്? പത. ഇനി നമുക്ക് നിങ്ങൾക്ക് വായിക്കാൻ കഴിഞ്ഞ വാക്കുകൾ ഏതൊക്കെയാന്ന് പറയാം. അരി, പറ, തരി, തരി,
നരി, തറ, വിരി, പത. എല്ലാ മക്കളും വായിച്ചില്ലേ? അല്ല, ആരാ കരയുന്നത്? നമ്മുടെ കുഞ്ഞിക്കോഴിയല്ലേ കരയുന്നത്. ദാ നോക്കിയേ, അവൾ എന്തിനാ കരയുന്നത്? ഒന്ന് ചോദിച്ചേ, കുഞ്ഞിക്കോഴി നീ എന്തിനാ കരയുന്നത്? കീ കീ, എൻ്റെ അമ്മയെ കാണുന്നില്ല. കുഞ്ഞിക്കോഴി കരച്ചിലോട് കരച്ചില്. ഇത് കേട്ട് ഒരാൾ വന്നു. ആരായിരിക്കും? ആര്? തത്തയോ? അല്ല. പിന്നെയോ? താരയോ? അല്ല. തള്ളക്കോഴിയല്ല. പിന്നെ ആരാ വന്നത്? ചാടി ചാടിയാ വന്നത്. ഇനി പറഞ്ഞേ. ആ, തവള. തവളെ എങ്ങനെയാ വന്നത്? ചാടി ചാടിയല്ലേ? തവള ചാടി ചാടി വന്നു. ഒന്ന് ഉറക്കെ വായിച്ചേ. തവള ചാടി ചാടി വന്നു. തവള ചാടി ചാടി വന്നു. അതെ, തവളയുടെ കൂടെ ഒരാൾ കൂടി ചാടി ചാടി വന്നു. ആരാണെന്നറിയോ? ആരാ? മുയൽ. മുയൽ ചാടി ചാടി വന്നു. മുയൽ ചാടി ചാടി വന്നു. നേരത്തെ വയറ് നിറഞ്ഞ് പറന്നുപോയ തത്തമ്മയും കുഞ്ഞിക്കോഴിയുടെ കരച്ചിൽ കണ്ട് തിരിച്ചു വന്നു. തത്തമ്മ എങ്ങനെയാ വന്നത്? തത്ത പറന്നു പറന്നു വന്നു. തത്ത പറന്നു പറന്നു വന്നു. തത്തയുടെ കൂടെ മൈനയും വന്നു. മൈന എങ്ങനെയാ വന്നത്? എങ്ങനെയാ? മൈന പറന്നു പറന്നു വന്നു. മൈന പറന്നു പറന്നു വന്നു. കുഞ്ഞിക്കോഴിയുടെ കരച്ചിൽ കേട്ടിട്ടേ പശുവമ്മയും വന്നു. പശു എങ്ങനെയാ വന്നത്? പശു നടന്നു നടന്നു വന്നു. പശു നടന്നു നടന്നു വന്നു. അതാ ആടും വന്നു. ആട് എങ്ങനെയാ വന്നത്? ആട് നടന്നു നടന്നു വന്നു. ആട് നടന്നു നടന്നു വന്നു. ഇനി കരച്ചിൽ കേട്ട് വന്ന ജീവികളുടെ പേര് ടീച്ചർ പറയും. അപ്പൊ എൻ്റെ കുഞ്ഞുമക്കളെ, അവരെങ്ങനെയാ വന്നതെന്ന് പറയണം. പറഞ്ഞാൽ മാത്രം മതിയോ? അത് ടീച്ചർക്ക് അഭിനയിച്ച് കാണിച്ചു തരുക കൂടി ചെയ്യണം. അപ്പോൾ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നേ. ടീച്ചർ പറയട്ടെ. ആദ്യം വന്നത് തവള. തവള എങ്ങനെയാ വന്നത്? എങ്ങനെയാ? തവള ചാടി ചാടി വന്നു. തവള ചാടി ചാടി വന്നു. ദാ എല്ലാരും അഭിനയിച്ചും കാണിച്ചില്ലേ? ഇനി തവളയുടെ കൂടെ ഒരാൾ കൂടി വന്നില്ലേ? ആരാ വന്നത്? മുയല്. മുയൽ എങ്ങനെയാ വന്നത്? അഭിനയിച്ചു കൂടി കാണിക്കണേ. എങ്ങനെയാ വന്നത്? മുയൽ ചാടി ചാടി വന്നു. മുയൽ ചാടി ചാടി വന്നു. ഇനിയേ തത്ത വന്നില്ലേ? തത്ത എങ്ങനെയാ വന്നത്? ദാ അഭിനയിച്ച് കാണിക്കുക കൂടി ചെയ്യണം. ഒന്ന് ഉറക്കെ പറയുകയും ചെയ്തേ. തത്ത എങ്ങനെയാ വന്നത്? തത്ത പറന്നു പറന്നു വന്നു. തത്ത പറന്നു പറന്നു വന്നു. തത്തയുടെ കൂടെ മൈനയും വന്നില്ലേ? എങ്ങനെയാ വന്നത്? മൈന പറന്നു പറന്നു വന്നു. മൈന പറന്നു പറന്നു വന്നു. പിന്നെ പശുവമ്മ വന്നില്ലേ? പശുവമ്മ
എങ്ങനെയാ വന്നത്? ദാ അഭിനയിച്ച് കാണിക്കുന്നുണ്ടോ? ആ പശുവമ്മ എങ്ങനെയാ വന്നത്? പശു നടന്നു നടന്നു വന്നു. പശു നടന്നു നടന്നു വന്നു. ആട് കൂടി വന്നില്ലേ? ആടെങ്ങനെയാ വന്നത്? ഉറക്കെ പറഞ്ഞേ. ആ ആട് നടന്നു നടന്നു വന്നു. ആട് നടന്നു നടന്നു വന്നു. ദാ എല്ലാ കുഞ്ഞുമക്കളും അഭിനയിച്ച് കാണിക്കുകയും പറയുകയും ചെയ്തു. നല്ല മക്കള്. കുഞ്ഞുമക്കളെ, ടീച്ചർ ഇന്ന് നിങ്ങൾക്ക് കഥ വായിച്ചു തന്നു, പാട്ട് പാടി തന്നു. പിന്നെ നമ്മൾ കുറേ കാര്യങ്ങൾ വായിക്കുകയും എഴുതുകയും ചെയ്തു. അതെല്ലാവർക്കും ഇഷ്ടമായില്ലേ? ദാ ടീച്ചറെ ഇപ്പൊ പോയിട്ട് കുറേ കാര്യങ്ങളുമായിട്ട് പിന്നെ വരാം. ബൈ. പ്രിയ രക്ഷിതാക്കളെ, പാഠഭാഗത്ത് ഊന്നൽ നൽകിയ അക്ഷരങ്ങൾക്ക് കൂടുതൽ തെളിച്ചം നൽകുന്നതിനുള്ള വായനാ പാഠങ്ങളാണ് നാം ഇന്ന് രൂപീകരിച്ചത്. ലഘു വായനാ സാമഗ്രികൾ, ലഘു പുസ്തകങ്ങൾ എന്നിവ വായിക്കുന്നതിലൂടെ ഊന്നൽ അക്ഷരങ്ങൾക്ക് കൂടുതൽ തെളിച്ചം നൽകാൻ സാധിക്കുമല്ലോ. ഇത്തരം അനുഭവങ്ങൾ കുട്ടിക്ക് നൽകുമല്ലോ. കൂടാതെ ര, ത, വ, പ, ന, റ എന്നീ അക്ഷരങ്ങൾ വരുന്ന പദങ്ങൾ എഴുതാനുള്ള പരിശീലനം കൂടി നിങ്ങൾ നൽകുമല്ലോ.